മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കാലതാമസം. നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടക്കേണ്ട പോലെ നടക്കാതിരിക്കുക. ഞാൻ കണ്ട ധാരാളം ആൾക്കാരുടെ പ്രാർത്ഥനാ വിഷയം, എന്തുകൊണ്ട് എൻ്റെ കാര്യത്തിന് കാലതാമസം വരും? നിങ്ങളുടെ ചോദ്യത്തിനുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ സന്ദേശം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം, എൻ്റെ വചനങ്ങളിൽ ഒന്നും താമസിക്കുകയില്ല, ഞാൻ പ്രസ്താവിച്ചിരിക്കുന്ന വചനം നിവർത്തിയാകുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇനിയും വചനം നിവർത്തിക്കുവാൻ കാലതാമസം ഇല്ല. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ധാരാളം വാഗ്ദത്തങ്ങളുണ്ട്. സ്വപ്നത്തിലും പ്രവചനത്തിലും വെളിപ്പാടുകളിലും ദർശനത്തിലും കൂടെ നിങ്ങൾ പ്രാപിച്ച ധാരാളം വാഗ്ദത്തങ്ങളുണ്ട്. ഇന്ന് വചനം പറയുക, ആ വാഗ്ദത്തങ്ങൾ ഇനിയും നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കാലതാമസം ഇല്ല. വളരെ വേഗം നിന്റെ ലൈഫിൽ ദൈവം തന്ന വാഗ്ദത്തം നിറവേറാൻ പോവുക. നിങ്ങൾ ഇന്ന് ആ വചനത്തിൽ വിശ്വസിക്കണം. നിങ്ങളുടെ ലൈഫിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തം നിങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിൽ, നിങ്ങളെ തുറിച്ചു നോക്കുന്ന കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിൽ എൻ്റെ ദൈവം നിന്റെ കുടുംബത്തിൽ നിവർത്തിച്ചു തരാൻ പോകുകയാണ്. ചില വാഗ്ദത്ത നിവർത്തിക്ക് ഇനിയും കാലതാമസമില്ല. ഉടനെ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ആ വാക്യം ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ച്, എൻ്റെ വചനങ്ങളിൽ ഒന്നും ഇനിയും താമസിക്കുകയില്ല. ഇന്ന് മുതൽ കർത്താവ് സംസാരിക്കുക, ഇനിയും താമസിക്കത്തില്ല. കഴിഞ്ഞ നാളുകളിൽ ചില താമസങ്ങൾ ഉണ്ടായി, ഇനി അത് ലേറ്റ് ആകത്തില്ല. വേഗത്തിൽ നിന്റെ കുടുംബത്തിൽ അത് നിവർത്തിക്കപ്പെടാൻ പോകുകയാണ്. എന്നിട്ട് എഴുതിയിരിക്കുക, ഞാൻ പ്രസ്താവിക്കുന്ന വചനം നിവർത്തിയാകുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ചില ദൈവവചനത്തിന്റെ നിവർത്തീകരണം, തുടക്കം, പൂർത്തീകരണം നിന്റെ കുടുംബത്തിൽ സംഭവിക്കാൻ പോവുക. കർത്താവെ, കാലതാമസങ്ങൾ മാറ്റിത്തന്ന് എൻ്റെ കുടുംബം ദൈവപ്രവൃത്തി കൊണ്ട് അലങ്കരിക്കണമെന്ന് മനസ്സും ഹൃദയവും തുറന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയിച്ച കാര്യങ്ങൾ അങ്ങയുടെ സമയത്തു തന്നെ അത് നടത്തി തരണമേ കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ നേരിട്ട കാലതാമസം, ഉയർച്ചയ്ക്കെതിരെയുള്ള കാലതാമസം, ഉന്നതികൾക്കെതിരെയുള്ള കാലതാമസം, ഇന്ന് ഈ വചനം പറയുമ്പോൾ ഒഴിഞ്ഞു പോയിട്ട് ഇനിയും കാലതാമസമില്ല എന്ന ദൂത് നിന്റെ മക്കൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ നാമം ചൊല്ലി എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിന്റെ വിഷയത്തിന് ഇനി കാലതാമസമില്ല, ഉടനെ അത് നിവർത്തിക്കപ്പെടും. കാണാം. ഗോഡ് ബ്ലസ് യു.